ഞാൻ പറയാം കേട്ടോ. ഈ ടാർഗറ്റിംഗ് ഇഷ്യൂവിൻ്റെ കാര്യം ഞാനിപ്പോൾ ഒരു കാര്യം മെയിനായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഞാൻ പിന്നെ എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഞാൻ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വൺസ് അത് ചെയ്തിട്ട് അതിൻ്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായതിനു ശേഷം ജീവിതത്തിൽ ഇതുവരെ ആ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനന്ന് ഒരു 4 വർഷം മുമ്പത്തെ ഒരു വീഡിയോയിൽ ഈ 1x ബെറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നെ കൊണ്ട് മാറ്റി ഇതാക്കിയത് ജോക്കിയാണ്. എന്നെ കൊണ്ട് എടാ ഇത് ഒരിക്കലും ചെയ്യരുത്, ഇതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ജോക്കി എന്നെ അടുത്ത് അന്ന് വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അന്ന് വിളിച്ച കാര്യം ഇത് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും ഇപ്പം പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവണമല്ലോ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കും അത് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ പറയാണ്, പിന്നെ ജീവിതത്തിൽ ഇതുവരെ ഞാനൊരു സാധനവും ചെയ്തിട്ടില്ല. പിന്നെ ജീവിതത്തിൽ ഒരു സാധനവും ഇതുവരെ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ ചെയ്തിട്ടില്ല. കാശ് മേടിച്ചിട്ട് ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. ജോക്കി അന്ന് എന്നെ ഇതാക്കി പറഞ്ഞതിന് ശേഷം എനിക്കത് ചെയ്യാൻ എനിക്ക് മനസ്സിലായി. ശരിയാ, അത് ജോക്കി പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ അന്നത്തെ ആ പ്രൊമോഷൻ എഗ്രിമെന്റ് ആരാണ് കൊണ്ടുവന്നത്, എന്താണ് കൊണ്ടുവന്നത്, ആരാ എടുത്തു തന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ ഇനി വീണ്ടും പറയണത് പോലെ കോൺട്രവേഴ്സിയും അതും ഇതൊക്കെ ആവും. വെറുതെ എന്തിനാണ് കൈസ്, അത് ശരിയാവത്തില്ല. അപ്പം ഇപ്പൊ പണ്ടത്തെ അന്ന് ചെയ്ത വീഡിയോ കുത്തിപ്പൊക്കിയിട്ട് ഇപ്പം ഞാനത് ചെയ്യത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് അതിനകത്ത് ട്രോളൊക്കെ ആയിട്ട് പലരും എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കത് പ്രശ്നമില്ല. പക്ഷെ ലൈവ് കാണുന്ന നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണമല്ലോ. ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട്, ശരിയാ, ഒരു വട്ടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതെന്താണെന്ന് ഇതുവരെ ചെയ്ത ആൾക്കാരെങ്കിലും ഇതുവരെ ഇവിടെ തിരുത്തി പറയണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ? എൻ്റെ ചോദ്യം അതാണ്. എല്ലാവരും ഇപ്പോഴും പൈസ വാങ്ങി അത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും. ആൻഡ് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞില്ലേ, ഞാൻ പൈസ നോക്കി സെറ്റിൽ ആവാനായിരുന്നെങ്കിൽ ഗൈസ്, കിക്കിൻ്റെ കയ്യിൽ നിന്ന് ഈ പറയണ സാധനം സ്റ്റേക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ പൈസയും മേടിച്ച് സെറ്റിലായേനെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബ്ലൈൻഡ് ഈ സ്പോർട്സിൽ ആരെ വേണേലും കോൺടാക്ട് ചെയ്ത് നോക്കാം. 10 കോടി രൂപയാണ് നമുക്ക് ഓഫർ ചെയ്തിരുന്നത്, എനിക്ക് ഓഫർ ചെയ്തിരുന്ന എമൗണ്ട്. അതായത് സ്റ്റേക്ക് പ്രൊമോട്ട് ചെയ്താൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ എമൗണ്ട് 10 കോടിയാണ്. 10 കോടി അത് ഞാൻ നേരെ മേടിച്ച് സെറ്റിലാകത്തേ ഉള്ളായിരുന്നു. അത് ഞാൻ ഇഗ്നോർ ചെയ്തത്. ഞങ്ങൾക്ക് മെയിനായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഗൈസ്, ബ്ലൈൻഡിൻ്റെ ഇതിനകത്ത് ത്രൂ ഉള്ള, അതായത് ഈ ബെറ്റിംഗ് ആയിട്ട് നമ്മുടെ കിക്കിലെ എഗ്രിമെന്റ് ബ്ലൈൻഡ് ത്രൂ വന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഓഫർ നമുക്ക് എല്ലാവർക്കും വന്നു. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഇഗ്നോർ ചെയ്ത വേറെ കുറേ പേരുണ്ട് ഇവിടെ. റിബല്, ബാബു, ഡ്രീമർ, നമുക്കെല്ലാവർക്കും വന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ പറയണ ഏകദേശം എല്ലാവർക്കും കോടി തന്നെയാണ് അവർ ഓഫർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കോടി. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, 1 കോടി രൂപയാണ് അവർ ഓർഡർ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഓഫർ ചെയ്തത്. അതിപ്പം റിബലിനായിക്കോട്ടെ, റിബലിന് എനിക്ക് തോന്നുന്നു റിബലിന് 3 എന്തോ ആ ഒരു റേഞ്ച് എന്തോ ആണ് പറഞ്ഞത്. 10 കോടിയിൽ നിന്ന് നിങ്ങളിപ്പം കണ്ണും തള്ളിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ് അവരുടെ ഭയങ്കര കുറവാണത്. അത് ഞാൻ സീരിയസ്ലി പറഞ്ഞാൽ അത് അവരുടെ ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. സ്റ്റേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കിക്കിൻ്റെ സ്ട്രീമേഴ്സിൻ്റെയൊക്കെ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. നമ്മൾ അവരുടെ അടുത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ കോൺട്രാക്റ്റ് 3 മാസത്തേക്ക് പോയി. ആ 3 മാസം ഞങ്ങൾ യൂട്യൂബിലാണ് സ്ട്രീം ചെയ്ത്. അഡിൻറോസ് ഒക്കെ 30 CR ആണ് മേടിക്കുന്നത്. ബ്രോ, അഡിൻറോസിന് 30 CR അല്ല, അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ്. അഡിൻറോസിൻ്റെ എഗ്രിമെൻ്റ് ഇതിനകത്തത് 100 കോടിയാണ്, 100 CR. കിക്കിലെ എഗ്രിമെൻറ്റിൻ്റെ കോൺട്രാക്റ്റിൻ്റെ എമൗണ്ട് എനിക്ക് തോന്നുന്നു 100 CRന് മുകളിലാണ്. ഇന്ത്യൻ റുപ്പി കാൽക്കുലേറ്റ് ചെയ്താൽ, ഡോളേഴ്സിലല്ലേ അവർ പേ ചെയ്യണം അവർക്ക്. അപ്പോൾ ഈ സ്റ്റേക്ക് എന്ന് പറയണ ഇതിൻ്റെ ബാക്കപ്പ് എന്താണെന്ന് അറിയാൻ ഗൈസ് നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. ഈ കിക്കിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഇവർ F1 ഫോർമുല റേസ് കാറിൻ്റെ വരെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സാണ്. അപ്പം ഇവർക്ക് ഇത്രയും പൈസ മുടക്കുന്നതിനോട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം മനസ്സിലായത് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്തുനിന്ന് ഈ 100 കോടി മുടക്കി അവന്മാർക്ക് 200 അല്ല 300 കോടി വേണേലും കിട്ടും. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ 10 കോടിയൊക്കെ എനിക്ക് ഓഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് കേൾക്കുമ്പോൾ എനിക്ക് ശരിയാ വലിയ എമൗണ്ടാണ്. 10 കോടിയൊക്കെ വലിയ എമൗണ്ടാണ്, കേൾക്കുമ്പം നല്ല രസമാണ്. പക്ഷേ ഈ സാധനം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട്
പൈസ മേടിച്ച് ഞാനിപ്പോൾ നാളെ ഇരുന്ന് ഇത് ചെയ്താൽ ഇന്ന് ഇവിടെ ഈ കമൻറ്റിലിരിക്കുന്ന എത്ര പേര് എന്നെ തുപ്പി തൂറി എറിയുമെന്നറിയോ? അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അന്ന് കുറച്ച് ഹെയ്റ്റ് കിട്ടിയാലും കുഴപ്പമില്ല. ഞാനിത് ചെയ്തിട്ട് എൻ്റെ ഭാഗമായിട്ടുള്ള വഴിക്ക് പോയിരുന്നെങ്കിൽ ഗൈസ് പിന്നെ സ്ട്രീം ചെയ്യണോ ഗൈസ്? ഈ പൈസ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രീം ചെയ്യണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ 10 കോടിയൊക്കെ മേടിച്ച് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി സെറ്റിലായി ഒരു ഒറ്റ ഇരിപ്പിരിക്കും. എന്തിന് വരണം ഇങ്ങനെ എല്ലാ ദിവസവും ലൈവിൽ വന്നിട്ട് 4 മണിക്കൂർ എന്തിനാ സ്ട്രീം ചെയ്യണം അല്ലേ? അതാണ് മെയിൻ ഒരു കാര്യം. ഒരാൾക്കും അറിയാൻ പറ്റാത്ത കാര്യം. ആൻഡ് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ മെയിനായിട്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം പറയട്ടെ. സീരിയസിൽ പറഞ്ഞാൽ അവർ ഓഫർ ചെയ്യുന്ന എമൗണ്ട് അതേപോലെയാണ്. ഈ എന്താ ജംഗ്ലി റമ്മി ഇതൊക്കെ ഇങ്ങനത്തെ സിനിമാ നടന്മാരൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെറിയ എമൗണ്ടിനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്ന്? അവരുടെ റെപ്യൂട്ടേഷൻ ഇത് വെച്ചിട്ട് ഇത് ചെയ്യണത് ചെറിയ എമൗണ്ടിനായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അവരൊക്കെ ഓഫർ ചെയ്യണ എമൗണ്ട് ഭയങ്കര ഹൈ ആണ്. ബ്രോ ഇപ്പൊ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമല്ലേ? ബ്രോയ്ക്ക് നിങ്ങൾക്ക് തലയ്ക്ക് ലോളം ഉണ്ടോ ബ്രോ? ഞാൻ പറയുന്നത് ഇത്രയാണ്. ഈ സ്റ്റേക്കും അതേപോലത്തെ ബെറ്റിംഗ് ആപ്ലിക്കേഷനും കളിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ പോകത്തേ ഉള്ളൂ. ഇത് പ്രൊമോഷനാണോ? കയ്യിലിരിക്കുന്ന ഹാർഡ് ഏൺ ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടുപോയി ഇതിനകത്തിട്ട് കളയുന്നതും പ്രൊമോഷനാണോ എന്ന് പറയാൻ എങ്ങനെ പറ്റണു? അതാണ് എൻ്റെ ചോദ്യം. ജംഗ്ലി റമ്മി അതാണ് ഞാൻ പറയണേ കേസ്. ഞാൻ അവിടെ പറഞ്ഞു വരുന്ന ഡിഫറൻസ്. നിങ്ങൾക്ക് ഈ പറയണത് പോലെ ഇപ്പം എനിക്ക് മനസ്സിലായി. ഈ 4 വർഷവും 5 വർഷവും മുമ്പുള്ള വീഡിയോസും അതും ഇതുമൊക്കെ കുത്തിപ്പൊക്കി ഈ ഒരു മൊമെന്റിൽ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ബാക്കിയുള്ളവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല. ഗ്രോത്ത് ആയി നിൽക്കുന്ന ഒരാളെ താഴേക്ക് കൊണ്ടുവരാനുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ആൻഡ് എനിക്ക് പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യം ഇല്ല, ഒന്നാമത്തെ കാര്യം. അപ്പം ഇനിയിപ്പോൾ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ലൈവിൽ അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് ഈ സാധനത്തിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ എനിക്ക് അടിച്ചു തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ കളിച്ച് 75 ലക്ഷം രൂപ കളഞ്ഞ് ഒരു പയ്യൻ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. ആ പയ്യൻ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയും വന്ന് വീട്ടിലിരുന്ന് കരഞ്ഞ് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. എൻ്റെ അമ്മയോട് ചോദിച്ചാൽ മനസ്സിലാവും. എൻ്റെ വീട്ടിലിരുന്ന് ഒരു ദിവസം ഫുൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആ ദിവസം ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനി ഒരിക്കലും ജീവിതത്തിൽ ചെയ്യല്ലേ, ഇങ്ങനൊരു കേഴ്സ്ഡ് പൈസ വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ മെയിൻ ദിവസം അന്നാണ്. സത്യം പറയാമല്ലോ, സത്യം പറയാം. സ്വന്തം വീട്ടിൽ അച്ഛൻ 75 ലക്ഷം രൂപയാണ് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ കളിച്ച് കളഞ്ഞത്. ആൻഡ് പുള്ളി വേറെ ആരോടും മിണ്ടത്തില്ല, വേറെ ആരോടും സംസാരിക്കത്തില്ല എന്നുള്ളൊരു രീതിയിൽ വീട്ടിലിരുന്ന് സംസാരിച്ച ദിവസം. ആ ദിവസം എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയാണ് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ അതിൽ പിന്നെ അന്ന് ആ അവസ്ഥ കണ്ടപ്പോഴത്തേക്കിനും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഇതിനി ചെയ്യരുത്. ഇതിനി ഒരിക്കലും ഇനി എത്ര രൂപ കിട്ടിയാലും ഇതിനി ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തത്. ഞാൻ പിന്നെ അത് തന്നെ ചെയ്തിട്ടില്ല. ഈ ഒരു സാധനം ലാസ്റ്റ് ഈ 1x എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു 3-4 വർഷം ബാക്ക്, ഒരു 3-4 ഇയേഴ്സ് ബാക്ക് ഉള്ള ടൈമിൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഒറ്റ വട്ടം ജീവിതത്തിൽ അന്ന് തന്നെ ആ വീഡിയോ എന്നെക്കൊണ്ട് ജോക്കി റിമൂവ് ആക്കിപ്പിക്കുകയും ചെയ്തത്. ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് റിമൂവ് ആക്കിയ സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ മിസ്റ്റേക്സ് എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാനത് തിരുത്താനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ട്. ആ ഇല്ലാത്തവരാണ് ഇപ്പം കുറേ പേര് കാര്യങ്ങളൊക്കെ ഇരുന്ന് ട്രോൾ ചെയ്യുന്നത്. എനിവേ അത് വിട്ടേക്കാം. നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് ലോകത്തെല്ലാവരും ഇമ്പ്രസ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് എൻ്റെ വേണ്ടാന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല. അത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ ഇനി അടുത്തൊരു കാര്യം, ടി വിയുടെ കാര്യം പറഞ്ഞു വരാം ഗൈസ്. മെയിനായിട്ട്